ഇപ്പം ജാസ്മിൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം അഫ്സലാണോ ചതി ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ചതി മുഴുവൻ ചെയ്ത പോലെ, അല്ലെങ്കിൽ ഇപ്പം കാണിക്കുന്നത് വളരെ എന്തൊക്കെയോ ആരോടൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്നാണ് ജാസ്മിൻ്റെ ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ, ബിഗ് ബോസ് ഒരു 100 ഡേയ്സ് കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരിക്കലും ജാസ്മിൻ്റെ പ്രവൃത്തികളെയോ അല്ലെങ്കിൽ അതിൽ കാണിച്ച ആക്റ്റുകളോ ആ ഒരു പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ അതിൽ ചെയ്ത് കൂട്ടിയ കുറേ കാര്യങ്ങളെ ഒന്നും എനിക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതേ അല്ല. അപ്പോൾ ആദ്യം തന്നെ പറയാം, ആ ഇൻ്റർവ്യൂ അടിപൊളിയായിരുന്നു. നമ്മുടെ രജനീഷ് നല്ല മാന്യമായിട്ട് നല്ല രീതിയിൽ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തുടങ്ങിയത്. പുറത്ത് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച, അപ്പം അതിനെ തിരുത്തുന്നുണ്ട്, ഒരു റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല